വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നെന്മേനി, നൂൽപ്പുഴ, മുട്ടിൽ പഞ്ചായത്തുകളിലായി 100ഓളം പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എം കമൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. കമൽ, വയനാട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മലയോര മേഖലകളിലൊക്കെ ആശങ്കയുടെ സാഹചര്യമാണോ? വയനാട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഇന്നും കനത്ത മഴയാണ് പെയ്തത്. 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് തുറക്കേണ്ടി വന്നു. 122 ആളുകളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. നെന്മേനി, നൂൽപ്പുഴ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആദിവാസി ഉന്നതികളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് അവിടെയാണ് ആദ്യം ക്യാമ്പുകൾ തുടങ്ങിയത്. പിന്നീട് ജില്ലയുടെ മറ്റ് ചില പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ തുടങ്ങി. ബത്തേരി ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് മന്മഥൻമൂല ഭാഗത്തേക്ക്, മുത്തങ്ങയിൽ നിന്ന് മന്മഥൻമൂല ഭാഗത്തേക്കുള്ള റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആ ഭാഗത്തുള്ള ജനങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ റോഡിലടക്കം വെള്ളം കയറിയത്. ബത്തേരിയിൽ ഉച്ചയ്ക്ക് ശേഷവും കനത്ത മഴയാണ് പെയ്യുന്നുണ്ടായിരുന്നത്. പല ഭാഗത്തും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപേ കുറച്ച് സമയം മഴ ശമിച്ചിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിൽ പ്രത്യേക ശ്രദ്ധ ജില്ലാ ഭരണകൂടം നൽകുന്നതായി കലക്ടർ DR മേഘശ്രീ വ്യക്തമാക്കി. നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കുറഞ്ഞാലും ജാഗ്രത കൈവിടരുത് എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്.